ഹായ് ഓൾ, എല്ലാവർക്കും ലൈമൺ ചില്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും ഞാനൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകൊക്കെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് വളരെ ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സായി കിട്ടിയാൽ നമുക്കതിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ മാവൊക്കെ ആക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കുഴച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അധികം നേരിയതായിട്ട് നമ്മൾ പരത്തിയെടുക്കാൻ പാടില്ല. അല്പം കനത്തോട് കൂടിയിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. സവാളയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അധികം നേരിയതായിട്ട് പരത്തിയെടുത്താൽ നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാവുന്നതാണ്. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും കൂടി ചൂടായി വന്നാൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാവണം, ഗ്യാസ് ഫ്ലെയിം. പിന്നെ നമ്മളത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് പൊരിച്ചെടുത്താൽ മതി. ഈ ഒരു കളർ ആയാലും നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്. ചാനലിൻ്റെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.